ഇബ്നു സീന അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ച ലോകപ്രശസ്ത മെഡിക്കൽ സയൻറ്റിസ്റ്റാണ് ഇബ്നു സീന. അവിസന്ന എന്നാണ് ഇദ്ദേഹം യൂറോപ്പിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. കിതാബുൻ അറബിയുൻ, ഒരു അറബി ഗ്രന്ഥം, ഉല്ലിഫ ഫി ഫന്നി തിബ്ബി, മെഡിക്കൽ സയൻസിൽ രചിക്കപ്പെട്ട, വതുർജിമ ഇല അശറാത്തി മിനൽ ലുഗാത്തിൽ ആലമിയത്തി, ഡസൻ കണക്കിന് ലോക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥം. വല്ലല്ല യുദറസു ഫി ജാമിഅത്തി ഉറുബ കമർജിഅൻ അസാസിയിൻ, യൂറോപ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ റഫറൻസായി പഠിപ്പിക്കപ്പെട്ടിരുന്ന ഗ്രന്ഥമാണത്. വദ്ദിറാസാത്തു തിബ്ബിയ്യത്തുൽ മുത്തബഅത്തു ഇലല്ലാൻ, ഇന്ന് വരെ തുടർന്നു പോരുന്ന മെഡിക്കൽ പഠനം മുസ്തമദ്ദത്തു മിൻഹു, ഈ ഗ്രന്ഥത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഹൽ തഅരിഫൂന ഹാദൽ കിതാബ്, ഈ കിതാബ് നിങ്ങൾക്കറിയാമോ? വമൻ മുഅല്ലിഫുഹു, ഇതിന്റെ ഗ്രന്ഥകാരൻ ആരാണെന്ന് നിങ്ങൾക്ക്, ഇതിന്റെ രചയിതാവ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അൽ ഖാനൂൻ ഫി തിബ്ബ് ഹുവൽ കിതാബുൽ മദ്കൂറു, ഇതാണ് മേലെ പറയപ്പെട്ട ഗ്രന്ഥം, അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന ഗ്രന്ഥം. ലി മുഅല്ലിഫിഹി അൽ മഷ്ഹൂരി ഇബ്നു സീന അൽ മുലഖബ് ബി ഷെയ്ഖ് റഈസ്, ഷെയ്ഖ് റഈസ് എന്ന് പേര് വിളിക്കപ്പെട്ട ഇബ്നു സീനയുടെ, പ്രശസ്തനായ പ്രഗത്ഭനായ ഇബ്നു സീനയുടെ രചനയിൽ ഉണ്ടായ അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന പുസ്തകമാണത്. ഇദ്ദേഹം ഫാദർ ഓഫ് മെഡിസിൻ, മെഡിക്കൽ സയൻസിന്റെ ഫാദർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഹിപ്പോക്രാറ്റസ് മെഡിക്കൽ സയൻസിന്റെ ഫാദറായി അറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹവും ആ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഹുവമിൻ അഅ്ലമിൽ ഉലമാഇൽ മുസ്ലിമീന, അദ്ദേഹം ഏറ്റവും മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. വസ്തഹറ ഐലൻ, അദ്ദേഹം ഫേമസ് ആയി ഫൈലസൂഫൻ, ഒരു ഫിലോസഫറായിക്കൊണ്ടും, വരിയാദിയൻ, ഒരു മാത്തമെറ്റീഷ്യൻ ആയിക്കൊണ്ടും, ഫലക്കിയൻ, ഒരു ഗോളശാസ്ത്രജ്ഞനായിക്കൊണ്ടും ഒക്കെ അറിയപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം. ഉലിദ ബി ബുഖാറ, ബുഖാറയിൽ ജനിച്ചു. ഫി ഉസ്ബെക്കിസ്ഥാൻ, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലുള്ള ബുഖാറയിലാണ് അദ്ദേഹം ജനിച്ചത്. എപ്പോൾ? 980. വതറബ്ബ അലാ റിആയത്തി വാലിദിഹി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സംരക്ഷണത്തിൽ അദ്ദേഹം വളർന്നു. വശബ്ബ മുഹിബ്ബൻ ലിൽ ഖിറാഅത്തി വൽ ഇൽമി, വായനയോടും എൽമിനോടും ഇഷ്ടമുള്ള, താല്പര്യമുള്ളവനായിക്കൊണ്ട് അദ്ദേഹം വളർന്നു. വബഅദൽ 20 മിൻ ഉംരിഹി, അദ്ദേഹത്തിന്റെ 20 വയസ്സിന് ശേഷം ഇൻസറഫ ഇല തഅലീഫി, രചനയിലേക്ക്, പുസ്തക രചനയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. വസ്തഗല ബിത്തിബ്ബി വൽ ഫൽസഫത്തി, ഫിലോസഫിയിലും മെഡിക്കൽ സയൻസിലും തിബ്ബിലും അദ്ദേഹം വ്യാപൃതനായി. അദ്ദേഹം ഈ അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന ഗ്രന്ഥം രചിക്കുന്നത് തൻ്റെ 22ാമത്തെ 23ാമത്തെ വയസ്സിലാണ്. ഈ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് ഈ നൂറ്റാണ്ടിലാണ്, 980 അദ്ദേഹം ജനിച്ചത്, അല്ലേ? അപ്പോൾ 10ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം രചിക്കുന്നത്. എന്നിട്ട് 18ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലേക്ക് ഏറ്റവും അടിസ്ഥാനപരമായ മെഡിക്കൽ സയൻസിലെ അടിസ്ഥാനപരമായ ഗ്രന്ഥമായിക്കൊണ്ട് ഇതാണ് പഠിപ്പിക്കപ്പെട്ടിരുന്നത്. പിന്നെ വസാറ അഷ്ഹറ അതിബായ ശ്രീ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും പ്രശസ്തനായ ഡോക്ടറായിട്ട് അദ്ദേഹം മാറി. വഅല്ലഫ അക്സറ മിൻ മിഅത്തൈ കിതാബിൻ, 200-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അഷ്ഹറു, അതിൽ പ്രധാനപ്പെട്ടതാണ് അൽ ഖാനൂൻ ഫി തിബ്ബി, വശിഫാ വൻ നജാത്ത് വൽ ഹിദായ, അൽ ഇശാറാത്തു വത്തബ്ബീഹാത്ത് എന്നൊക്കെ, ഇതൊക്കെ. വതൂഫിയ ഹാദൽ ആലിമുൽ മുഫക്കിറുൽ അബ്ഖരി, ഈ ജീനിയസായ ചിന്തകനായ പണ്ഡിതൻ മരണപ്പെട്ടു. ഫി ഹംദാൻ, ഇറാനിലെ ഹംദാനിൽ 428 ഹിജ്റ വർഷം. ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇഫ്തഅല വസ്നിലുള്ള വാക്കുകളാണ്. ഇസ്തഗല മീൻസ് വ്യാപൃതനായി, ജോലിയിലായി. അതിന്റെ മുളാരി യസ്തഗിലു, മസ്ദർ ഇസ്തിഗാല്, അംറ് ഇസ്തഗിൽ, നഹി ലാ തസ്തഗിൽ, ഇസ്മു ഫായില് മുസ്തഗിൽ. ഓക്കെ. നുതാലിൽ ഫിക്റത്തുൽ ആതിയ വനുഇദ്ദു 5 അസ്ഇലത മിൻഹ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് 5 ചോദ്യങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാക്കാം. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ളൊരു പാരഗ്രാഫാണ്. അസ്സയ്യിദത്തുൽ ഫാദിലത്തു ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ഖൈറു നിസാഇൽ ഉമ്മത്തി, സമുദായത്തിലെ ഏറ്റവും നല്ല സ്ത്രീയാണ് ഇവർ. വസയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോക വനിതകളുടെ നേതാവാണ്. ലഖദ് ബശറഹ നബിയു ബിബൈത്തിൻ ഫിൽ ജന്നത്തി, പ്രവാചകൻ അവരെ സ്വർഗത്തിലൊരു വീട് ലഭിക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്.
വഹിയ ഖദീജത്ത് ബിന്ദു ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജയാണ് അവർ. ഉമ്മുഹ ഫാത്തിമത്തുൽ ആമിരി, അവരുടെ മാതാവ് ഫാത്തിമത്തുൽ ആമിരിയാണ്. കാനത്ത് ഔസത്ത് നിസായി ഖുറൈശ് നസബൻ, അവർ ഖുറൈശ് ഗോത്രത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ഉന്നത പാരമ്പര്യമുള്ളവരായിരുന്നു. അഅ്ലമഹുന്ന ശറഫൻ, ഏറ്റവും മഹത്വമുള്ളവരായിരുന്നു. വനശഅത്ത് ഫി തുഹ്രിൻ വഅഫാഫിൻ, പരിശുദ്ധയോടെ അവർ വളർന്നു. വക്കാനത്ത് തുദ്ആ ഫിൽ ജാഹിലിയത്ത്, ജാഹിലിയത്ത് കാലഘട്ടത്തിൽ അവർ വിളിക്കപ്പെട്ടിരുന്നു അത്വാഹിറ എന്ന്. തസവജ റസൂൽ, താഹിറ മീൻസ് ശുദ്ധിയുള്ളവൾ, പരിശുദ്ധയായവൾ. തസവജ റസൂലുള്ളാഹി ഖദീജ, ഖദീജയെ പ്രവാചകൻ വിവാഹം ചെയ്തു. വഹുവ ഫി 25 മിൻ ഉംരിഹി, അദ്ദേഹത്തിന് 25-ാമത്തെ വയസ്സിൽ. വലദത്ത് ലി റസൂലില്ലാഹി, പ്രവാചകന് വേണ്ടി അവർ പ്രസവിച്ചു. ജമീഅ ഔലാദിഹി, പ്രവാചകന്റെ എല്ലാ മക്കളെയും. മാദ ഇബ്രാഹിം, ഇബ്രാഹിം ഒഴികെ, അതായത് പ്രവാചകന്റെ ഇബ്രാഹിം ഒഴികെയുള്ള മക്കളെയൊക്കെ പ്രസവിച്ചതാരാണ്? ഖദീജയാണ്. ഇബ്രാഹിമിനെ മാരിയത്തുൽ ഖിബ്തിയ എന്ന സ്ത്രീയാണ് പ്രസവിച്ചത്. ഔലാദുഹു, പ്രവാചകന്റെ മക്കൾ. പിന്നെ ഖദീജ, ഖദീജയിൽ പ്രവാചകനുണ്ടായ മക്കളുടെ പേരുകളാണ് ഇനി കൊടുക്കുന്നത്. ആരൊക്കെയാണ് അവർ? അൽ ഖാസിം, ഒന്നാമത്തെ ഖാസിം, അബ്ദുള്ള, റുഖിയ, സൈനബ്, ഉമ്മു കുൽസും, ഫാത്തിമ, അങ്ങനെ 6 മക്കളാണ്. വക്കാനത്ത് ഖദീജ റളിയല്ലാഹു അൻഹ തുക്നാബി ഉമ്മുൽ ഖാസിം, ഉമ്മുൽ ഖാസിം എന്ന കുനിയത്ത് ഖദീജക്ക് നൽകപ്പെട്ടിരുന്നു. കുനിയത്ത് എന്ന് പറഞ്ഞാൽ അബു, ഇബ്നു, ഉമ്മു എന്നൊക്കെ ചേർത്തുകൊണ്ട് വിളിക്കുന്ന പേരിനാണ് കുനിയത്ത് എന്ന് പറയുന്നത്. പ്രവാചകന്റെ കുനിയത്ത് അബുൽ ഖാസിം എന്നാണ്, ഖദീജയുടേത് ഉമ്മുൽ ഖാസിം എന്നാണ്. ഇനി ഇതിൽ നിന്നും ചോദ്യം ഉണ്ടാക്കണം. ഒരു 5 ചോദ്യമാണ് ഉണ്ടാക്കേണ്ടത്. ചോദ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം മാത്രം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, തെറ്റുപറ്റണ്ട. ഇവിടെ ഒന്നാമത്തെ ചോദ്യമായിക്കൊണ്ട് മൻ ഹിയ ഖദീജ എന്ന് ചോദിക്കാം. ആരാണ് ഖദീജ? അപ്പോൾ ഖദീജ പ്രവാചകന്റെ ഭാര്യയാണ്, മക്കയിലുള്ള സ്ത്രീയാണ് അല്ലേ. പിന്നെ എന്ത് ചോദിക്കാം? ബിമ ബഷർ നബിയു ഖദീജ, ഖദീജയെ പ്രവാചകൻ എന്തുകൊണ്ടാണ് സന്തോഷ വാർത്ത അറിയിച്ചത്? എന്തുകൊണ്ടാണ്? ബി ബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള വീടിനെ കൊണ്ടല്ലേ. ഇനി അടുത്ത് മൻ അബു ഖദീജ, ഖദീജയുടെ പിതാവ് ആരാണ്? ഖുവൈലിദ് അല്ലേ. മൻ ഉമ്മു ഖദീജ, ഖദീജയുടെ മാതാവ് ആരാണ്? പിന്നെയോ ഫി ഐ ഉംറിൻ തസവ്വജ നബിയു ഖദീജ, നബി എത്ര വയസ്സിലാണ് ഖദീജയെ വിവാഹം ചെയ്തത്? 5 ചോദ്യമായി അല്ലേ. പിന്നെ കം ഔലാദൻ ലി ഖദീജ, ഖദീജക്ക് കം ഔലാദൻ ലി ഖദീജ, ഖദീജക്ക് എത്ര മക്കളുണ്ടായിരുന്നു? അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. മാഹിയ കുഞ്ഞത്തു ഖദീജ, ഖദീജയുടെ കുഞ്ഞത്ത് എന്താണ്? ഓക്കെ. പിന്നെ മൻഹിയ ഉമ്മു ഫാത്തിമ, ഫാത്തിമയുടെ മാതാവിന്റെ പേരെന്താണ്? അങ്ങനെ പലതും ചോദിക്കാം. നുലാഹുൽ നിക്കാത്ത് താലിയ, താഴെയുള്ള പോയിന്റുകൾ വായിക്കാം. അനി സയ്യിദ് അബുൽ കലാം ആസാദിനെ കുറിച്ചുള്ള. വനുഇദ് സീറത്തൻ ദാത്തിയത്തൻ അൻഹു, എന്നിട്ട് ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു സീറ ദാത്തിയ, ജീവചരിത്രം തയ്യാറാക്കാം. അത് പ്രയാസമുള്ള കാര്യമല്ല, ഈ സെന്റൻസുകളായിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. ആദ്യം ഇത് വായിച്ചു നോക്കാം. ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹീദ്ദീൻ അഹമ്മദ് എന്നാണ്. വലിദ ബി മക്കത്തുൽ മുകറമ, സനത്ത് 888 മക്കയിൽ ജനിച്ചു. ലുഖബ ബി അബുൽ കലാം ആസാദ് എന്ന് ലഖബ് പേര് നൽകപ്പെട്ടു. ദിറാസത്തുൽ ഇബ്തിദായ, പ്രാഥമിക വിദ്യാഭ്യാസം മിന്നുലമായി മക്ക, മക്കയിലെ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നാണ്. ഖാന സഈമ ഹർക്കത്തുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു. റയീസ് ഹിസ്ബുൽ മുഅ്തമിറിൽ ഹിന്ദി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. വസീറ തർബിയത്തുൽ അവ്വൽ ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മഅരിഫത്തുഹു, അദ്ദേഹത്തിന്റെ വിജ്ഞാനം. യാരിഫുൽ ലുഗാത്തിൽ അറബിയത്ത് വൽ ഫാരിസിയ വൽ ഉർദിയ വൽ ഹിന്ദിയ ഇംഗ്ലീസിയ, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, പേർഷ്യൻ, അറബി ഒക്കെ അദ്ദേഹത്തിന് അറിയാം. മുസാഹമാത്തുഹു, അദ്ദേഹത്തിന്റെ പങ്ക്, കോൺട്രിബ്യൂഷൻസ്. അൻഷ സുഹുഫൻ കസീറത്തിൻ, ധാരാളം പത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ബിമാ ഫിഹ, അതിൽപ്പെട്ടതാണ് സഖാഫത്തുൽ ഹിന്ദ്. വഹിയ അഖ്ദമു സഹീഫത്തിൻ അറബിയത്തിൻ ഹിന്ദിയത്തിൻ ലാ തസാലു തുസ്ദറു ഇലല്ലാൻ, ഇന്ന് വരെ പബ്ലിഷ് ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും പഴയ അറബ് പത്രമാണ്, ഇന്ത്യയിൽ നിന്നുള്ള അറബ് പത്രമാണത്. ഷുഹ്റത്തു, അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്തൊക്കെ പേരിൽ? അസ്വഹാഫത്ത്, പത്രപ്രവർത്തനത്തിലും, അൽ ഖിതാബ്, പ്രസംഗത്തിലും അദ്ദേഹം വളരെ ഫേമസ് ആണ്. മുഅല്ലഫാത്തു, അദ്ദേഹത്തിന്റെ രചനകളാണ്. തർജുമൽ ഖുർആൻ, അൽ ഹിന്ദു തദ്ഫുർ ബിൽ ഇസ്തിഖ്ലാൽ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. അൽ ഖിദമാത്തുല്ലത്തി ഖദ്ദമഹ, അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ്? ഖിദമാത്തുൻ തർബവിയ, വിദ്യാഭ്യാസ സേവനങ്ങൾ. വസിയാസിയ, രാഷ്ട്രീയ, വദീനിയ, മതപരമായ, വജ്തിമായ, സാമൂഹികമായ സേവനങ്ങളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഡൽഹി 1958 മരിച്ചു ഡൽഹിയിൽ.
എങ്ങനെ പാരഗ്രാഫ് ആക്കാമെന്ന് നോക്കാം. ഖാൻ അബുൽ കലാം ആസാദ് ആലിമൻ ഇസ്ലാമിയൻ വസഈമൻ സിയാസിയൻ ഹിന്ദിയൻ മഷൂറൻ. അബുൽ കലാം ആസാദ് ഒരു ഇസ്ലാമിക പണ്ഡിതനും ഇന്ത്യൻ രാഷ്ട്രീയ നേതാവുമായിരുന്നു. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് എഴുതുമ്പോൾ ആദ്യം ആരാണ് അദ്ദേഹം എന്നാണ് എഴുതേണ്ടത്. നമ്മളിപ്പം ഐൻസ്റ്റീനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ഐൻസ്റ്റീൻ ആലിമൻ, ഐൻസ്റ്റീൻ ഈസ് എ സയന്റിസ്റ്റ്, അതാണ് ഒരു സയന്റിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഒരു വ്യക്തി ആരാണ് എന്ന് ആദ്യം പറയണം, എന്നിട്ടേ അദ്ദേഹം ജനിച്ചതൊക്കെ എഴുതാൻ പാടുള്ളൂ. ഇസ്മുൽ അസ്ലി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മുഹിദ്ദീൻ അഹമ്മദ് എന്നാണ്. വലിദ ഫി മക്കത്തുൽ മുക്കറമ 88. തലക്ക ദിറാസത്തഹുൽ ഇബ്തിദായി അല ഈദി ഉലമായ മക്ക. തലക്ക ദിറാസത്തഹു മീൻസ് വിദ്യാഭ്യാസം നേടി മക്ക പണ്ഡിതന്മാരിൽ നിന്നും. ഒരിഫ ബി മാരിഫത്തിഹിൽ വാസിയത്തി, അദ്ദേഹത്തിന്റെ വിശാലമായ നോളജിനാൽ അദ്ദേഹം അറിയപ്പെട്ടു. ലില്ലുവാത്തിൽ അറബിയത്ത് വൽ ഫാരിസിത്ത് വൽ ഉർദിയത്ത് വൽ ഹിന്ദിത്ത് വൽ ഇംഗ്ലീസ്, ഈ ലാംഗ്വേജിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ബൃഹത്തായ അറിവിനാൽ അദ്ദേഹം അറിയപ്പെട്ടു. ഖാന സൈം ഹർക്കത്തിൽ ഇസ്തിഖ്ലാലി, സ്വാതന്ത്ര്യ സമര നേതാവായിരുന്നു. റئيس الحزب المعتبر ഹിന്ദി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു. ശകല മൻസിബ് വസീർ തർബിയത്തിൽ അവൽ ഫിൽ ഹിന്ദിൽ മുസ്തഖിലത്ത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന സ്ഥാനം അദ്ദേഹം വഹിച്ചു. ഇഷ്തുഹർ ബി സഹാഫത്തി വൽ ഖിതാബത്തി, പ്രസംഗം കൊണ്ടും പത്രപ്രവർത്തനം കൊണ്ടും അദ്ദേഹം അറിയപ്പെട്ടു. വാസസ് സോഫ ഗസീറത്തൻ, ധാരാളം പത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് ജരീദത്തു സഖാഫത്തുൽ ഹിന്ദ് അൽ അറബിയ അൽ ഖദീമ, പഴയ അറബി പത്രമായ ജരീദത്തു സഖാഫത്തുൽ ഹിന്ദ്. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ രചനകളിൽപ്പെട്ടതാണ് തർജുമാൽ ഖുർആൻ വൽ ഹിന്ദു തദ്ഫർ ബിൽ ഇസ്തിഖ്ലാൽ. ഖദ്ദമ ആസാദ് ഖിദ്മാത്തിൻ ദർബവിയത്തൻ, വിദ്യാഭ്യാസ സേവനങ്ങൾ ആസാദ് ചെയ്തു. സിയാസിയത്തിൻ, സാമൂഹികവും ദീനീയത്തിൻ വജിത്തിമായത്തിൻ ജലീലത്തിൻ, മഹത്തായ സാമൂഹിക വിദ്യാഭ്യാസ ദീനീയ സേവനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കബില വഫാത്തി, തന്റെ മരണത്തിന് മുമ്പ്. ഡൽഹിയിൽ വെച്ച് 58. ഓക്കെ. നുലാഹിദുൽ ലൗഹാത്തിൽ ആത്തിയ, താഴെയുള്ള ബോർഡുകൾ നോക്കൂ. നുസമ്മിമു ബഅദ ലൗഹാത്തിൽ മൗജൂദ് ഫിൽ മുസ്തശ്ഫിയാത്ത്, എന്നിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന ചില ബോർഡുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. സ്വൈദലിയ എന്ന ബോർഡ് കാണാം ഹോസ്പിറ്റൽ, ഫാർമസി. പിന്നെ കിസ്മുത്തവായി എന്ന് വെച്ചാൽ കാഷ്വാലിറ്റി. വഹദത്തുൽ ഇനായത്തുൽ മുറക്കസ, ICU. ഓക്കെ.